ബിഗ് ബോസ് മലയാളം സീസൺ 7 അങ്ങനെ ബിഗ് ബോസ് സീസൺ 7 ബന്ധപ്പെട്ടുകൊണ്ട് നമ്മളൊരു വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ബിഗ് ബോസിന്റെ ഓഡീഷനും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സീസൺ 7ലേക്കുള്ള കണ്ടസ്റ്റൻസിനെയൊക്കെ വിളിച്ചു തുടങ്ങിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മളൊരു വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ കഴിഞ്ഞ ദിവസം നമ്മൾ ഇൻസ്റ്റഗ്രാം തുറന്ന സമയത്ത് ബിഗ് ബോസിന്റെ എല്ലാവിധ അപ്ഡേറ്റുകളും 2-3 കൊല്ലങ്ങളായിട്ട് വളരെ കൃത്യമായിട്ട് എത്തിച്ചുകൊണ്ടിരിക്കുന്ന ബിഗ് ബോസ് മലയാളം ഇൻസ്റ്റ എന്ന് പറയുന്ന ഒരു പേജിനകത്ത് 2 പോസ്റ്റുകളുണ്ട്. മറ്റൊന്നുമല്ല, ബിഗ് ബോസ് മലയാളം സീസൺ 7 ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പ്രൊമോ വീഡിയോ വരാൻ പോകുന്നു. അത് അടുത്ത ആഴ്ചക്കുള്ളിൽ ഒരു പ്രൊമോ വീഡിയോ സീസൺ 7 ബന്ധപ്പെട്ടുകൊണ്ട് റിലീസ് ചെയ്യാൻ പോകുന്നു. അത് കഴിഞ്ഞതിന് ശേഷം ചില ഓൺലൈൻ മീഡിയാസും, അതായത് ബിഗ് ബോസിനെ ബന്ധപ്പെട്ടുകൊണ്ട് റിവ്യൂസും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന പല ചാനലുകളിലും ഇത്തരത്തിലുള്ള വീഡിയോസും കാര്യങ്ങളും കണ്ടു. പക്ഷെ എന്ത് വീഡിയോ ആണ് അല്ലെങ്കിൽ എന്തിനെ ബന്ധപ്പെട്ടുള്ള ഒരു പ്രൊമോ ആണെന്നുള്ള കാര്യം എവിടെയും വ്യക്തമല്ല. അതായത് കോമണേഴ്സ് പ്രൊമോ വരാനായിട്ടുള്ള സാധ്യതയുണ്ട്, അതുപോലെ തന്നെ ബിഗ് ബോസിന്റെ ലോഗോ വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. അങ്ങനെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഏതൊരു പ്രൊമോയാണ് വരാനായിട്ട് സാധ്യത? ഇപ്പോൾ നമ്മൾ ബിഗ് ബോസിന്റെ ഒരു ലോഞ്ചിങ് നോക്കുകയാണെങ്കിൽ ഓഗസ്റ്റ് മാസം അവസാനത്തോടു കൂടി അനുബന്ധിച്ചിട്ടായിരിക്കും ഇപ്പോൾ ബിഗ് ബോസ് വരാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള ഒരു സെലക്ഷൻ പ്രൊസീജിയറിന് വേണ്ടിയാണ് ഇത്രയും മുന്നേ തന്നെ ഓഡീഷനും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. എന്തൊക്കെയാണെങ്കിലും ഈ കഴിഞ്ഞ 6 സീസണുകളായിട്ട് നമ്മൾ കണ്ടുവരുന്ന ഒരു കാര്യമാണ് ഈ പറയുന്ന പ്രൊമോയും ലോഗോ ഒക്കെ വന്നു കഴിഞ്ഞാൽ ഏകദേശം 3 മാസത്തിനുള്ളിൽ തന്നെ ബിഗ് ബോസിന്റെ ആ ഒരു സീസൺ സ്റ്റാർട്ട് ചെയ്യും. അതുകൊണ്ട് തന്നെ ലാലേട്ടനെ ബന്ധപ്പെട്ടുള്ള പ്രൊമോ വരാനായിട്ടുള്ള ഒരു സാധ്യതയും കാണുന്നില്ല. കാരണം ലാലേട്ടൻ എഗ്രിമെന്റ് സൈൻ ചെയ്തിട്ടില്ല. ലാലേട്ടൻ തന്നെ ആയിരിക്കും ഈ ഒരു ഷോ ഹോസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അത് ഏകദേശം നമ്മൾ കൺഫേം ആയിട്ട് അറിഞ്ഞതാണ്. പക്ഷെ ലാലേട്ടൻ ഇതുവരെയും എഗ്രിമെന്റ് സൈൻ ചെയ്തതായിട്ട് പോലും ഒരു ഒഫീഷ്യൽ കൺഫർമേഷൻ നമുക്ക് കിട്ടിയിട്ടില്ല. അപ്പൊ എന്തൊക്കെയാണെങ്കിൽ ലാലേട്ടനെ ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പ്രൊമോ വീഡിയോ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. പിന്നീട് ഏറ്റവും കൂടുതൽ സാധ്യത വരുന്നത് ഈ പ്രാവശ്യം ജിയോ സിനിമ അല്ലെങ്കിൽ ജിയോ ഹോട്ട്സ്റ്റാർ ബന്ധപ്പെട്ടുകൊണ്ടാണ് ഈ പറയുന്ന കോമണേഴ്സ് ഓഡീഷൻ കണ്ടക്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും കോമണേഴ്സിന്റെ ഓഡീഷന് വേണ്ടി ഈ പ്രാവശ്യം ഈ ഒരു സീസണിലേക്ക് 1, 2, 3, 4 കോമണേഴ്സ് പങ്കെടുക്കും എന്നുള്ളൊരു രീതിയിലാണ് പറയിപ്പൊക്കെ കിട്ടുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ആ ഒരു കോമണേഴ്സ് ഓഡീഷൻ നടത്താനുള്ള ഒരു പ്രൊമോ വീഡിയോ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. കാരണം മറ്റൊന്നുമല്ല, ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ബന്ധപ്പെട്ടുകൊണ്ട് ഏഷ്യാനെറ്റിന്റെ ഒഫീഷ്യൽ ആളാണ് നിങ്ങളെ ബിഗ് ബോസിലേക്ക് കൊണ്ടുപോകാം, ഇത്രയും രൂപയാകും, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം, നിങ്ങളുടെ ഡീറ്റെയിൽസ് അയച്ചോളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറെ സ്കാമും കാര്യങ്ങളൊക്കെ ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ സജീവമായിട്ട് ബിഗ് ബോസ് ടൈമിൽ വരുന്ന സ്കാമുകളാണിത്. അപ്പൊ അതൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയാണ് ഇത്രയും മുന്നേ ഒരു കോമണേഴ്സ് ഓഡീഷൻ അല്ലെങ്കിൽ ഒരു ഒഫീഷ്യൽ കൺഫർമേഷൻ കൊടുക്കാന്നുള്ള രീതിയിൽ നമുക്ക് അത് പ്രതീക്ഷിക്കാം. പിന്നീട് പ്രതീക്ഷിക്കാവുന്ന ഒരു കാര്യമാണ് മറ്റൊന്നുമല്ല, ബിഗ് ബോസ് വരുന്നു. ഈ പറയുന്ന ഓഗസ്റ്റ് മാസം ബിഗ് ബോസ് എന്നൊരു പരിപാടി വരുന്നുണ്ട്, സീസൺ 7 ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യാണ് എന്നറിയിക്കാൻ വേണ്ടി ജസ്റ്റ് ഒരു പ്രൊമോ, അതായത് ആരും അഭിനയിക്കാതെ അല്ലെങ്കിൽ ബിഗ് ബോസിന്റെ ആ ഒരു അസദോമ സർക്കമ എന്നൊക്കെ പറയുന്ന ആ ഒരു പാട്ടൊക്കെ വെച്ച് ഒരു ജസ്റ്റ് ഒരു പ്രൊമോ. അതുപോലെ തന്നെ നമ്മുടെ കണ്ണിന്റെ ലോഗോക്ക് ഇപ്പൊ പ്രതീക്ഷിക്കേ വേണ്ട. ലോഗോ ലോഞ്ചിങ് ഒക്കെ കുറച്ച് കഴിഞ്ഞതിന് ശേഷമേ വരുള്ളൂ. നമുക്ക് ഏകദേശം ഒരു മെയ് മാസം അവസാനത്തോടു കൂടി നമുക്ക് പ്രതീക്ഷിക്കാം ഈ പറയുന്ന ലോഗോ ഒക്കെ. തീർച്ചയായിട്ടും ഒരു പ്രൊമോ ബിഗ് ബോസിനെ ബന്ധപ്പെട്ടുകൊണ്ട് അടുത്ത ആഴ്ച വരുന്നുണ്ട്. നമ്മൾക്ക് അറിയാൻ പറ്റിയത് ആ ഒരു പ്രൊമോ വരുന്ന സമയം ഏറ്റവും കൂടുതൽ ഏഷ്യാനെറ്റ് എന്ന ചാനൽ വെച്ച് ആളുകൾ ആക്റ്റീവായിട്ടിരിക്കുന്ന സമയത്ത് പ്രൊമോ റിലീസ് ചെയ്യുമെന്നാണ് എനിക്ക് തോന്നുന്നു. ഈ പറയുന്ന നമ്മുടെ വിഷു വരുന്നുണ്ടല്ലോ. അപ്പോൾ വിഷുവിന് തീർച്ചയായിട്ടും ഏഷ്യാനെറ്റിൽ പല പ്രോഗ്രാമുകളുണ്ട്. അതിനകത്ത് ഏറ്റവും കൂടുതൽ എല്ലാവരും കാത്തിരുന്ന് കാണുന്ന ഒരു സിനിമയായിരിക്കും നമ്മുടെ അല്ലു അർജുന്റെ പുഷ്പ 2. തീർച്ചയായിട്ടും ആ ഒരു സിനിമക്കിടയിലൊക്കെ പ്രൊമോ കാര്യങ്ങളൊക്കെ വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. പ്രൊമോ വരുന്നത് മറ്റൊന്നുമല്ല, ജസ്റ്റ് ബിഗ് ബോസ് എന്നൊരു പരിപാടി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, അത് നിങ്ങളൊന്ന് അറിഞ്ഞിരുന്നോ എന്നുള്ള രീതിയിൽ ഒരു ഫസ്റ്റ് ലുക്ക് പ്രൊമോ. അതിനുശേഷമായിരിക്കും ഈ പറയുന്ന കോമണേഴ്സിന്റെ പ്രൊമോസും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ പറയാനുള്ളൊരു കാര്യം, കോമണേഴ്സിന്റെ പ്രൊമോ വരുന്നത് വരെയും അല്ലെങ്കിൽ ഏഷ്യാനെറ്റ് ഒഫീഷ്യലി ഒരു കൺഫർമേഷൻ തരുന്നത് വരെയും ഒരു സ്കാമിലും പോയി പെടാതിരിക്കുക. ബിഗ് ബോസിന്റെയോ ഏഷ്യാനെറ്റിന്റെയോ എൻഡമോൾ ഷൈന്റെയോ യാതൊരു ക്രൂ മെമ്പേഴ്സും നിങ്ങൾ എന്തെങ്കിലും സ്കാമിൽ പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉത്തരവാദിത്വം ഏറ്റെടുക്കില്ല. അപ്പൊ തീർച്ചയായിട്ടും അത്തരത്തിലുള്ള സ്കാമുകളിൽ പോയി ചാടാതിരിക്കുക. കോമണേഴ്സ് ആയിട്ട് പോകാൻ താല്പര്യമുള്ളവർക്ക് നിങ്ങൾക്ക് തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യാനായിട്ടും നിങ്ങളുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ പോസ്റ്റ് ചെയ്യാനായിട്ടൊക്കെ ഹോട്ട്സ്റ്റാറിന്റെ സൈറ്റ് തന്നെ ഓപ്പൺ ആക്കി കിട്ടുന്നതായിരിക്കും. അതിനുവേണ്ടി എല്ലാവരും വെയിറ്റ് ചെയ്യുക. തീർച്ചയായിട്ടും ബിഗ് ബോസിനെ ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പ്രൊമോ അടുത്ത ആഴ്ച വരുന്നുണ്ട്. എന്നൊക്കെയാണെങ്കിൽ നമുക്ക് കാത്തിരിക്കാം. ലാലേട്ടൻ ഇതുവരെയും എഗ്രിമെന്റ് സൈൻ ചെയ്തിട്ടില്ല എങ്കിലും ലാലേട്ടൻ തന്നെയാണ് ഈ ഒരു ഷോ ഹോസ്റ്റ് ചെയ്യാൻ പോകുന്നതെന്ന് ഏകദേശം കൺഫേം ആയിട്ട് അറിഞ്ഞിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ നമുക്ക് കാത്തിരിക്കാം. ഒരു അടിപൊളി സീസൺ നമുക്ക് പ്രതീക്ഷിക്കാം എന്ന് തന്നെയാണ് പറയാൻ പറ്റുന്നത്. കാരണം നമുക്ക് പറയാം, കുറച്ചധികം കാര്യങ്ങൾ ബിഗ് ബോസിനെ ബന്ധപ്പെട്ടുകൊണ്ട് സംസാരിക്കാനുണ്ട്. നമുക്ക് വഴിയെ പറയാം. ബിഗ് ബോസ് മലയാളം സീസൺ 7 ബന്ധപ്പെട്ടുകൊണ്ട് പുതുപുത്തൻ വിശേഷങ്ങളൊക്കെ ആയിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്ത് കാണുന്നവർ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കാം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റുകളായിട്ട് അറിയിക്കുക. നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. താങ്ക്